നമസ്കാരം. പ്രവാസിയുള്ള ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിൽ സമാധാനത്തിന് വഴി തുറക്കുമെന്ന പ്രതീക്ഷയിൽ ഇറാൻ US ചർച്ച ശനിയാഴ്ച രാവിലെ ഇസ്ലാമാബാദിൽ ആരംഭിക്കും. ഇറാൻ മുന്നോട്ട് വച്ച 10 പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ചർച്ച. ഇറാനെ ഇനി ആക്രമിക്കില്ലെന്ന് ഉറപ്പ് മാത്രമല്ല, ഹോർമൂസ് കടലിടുക്കിന് മേലുള്ള നിയന്ത്രണാവകാശം, പശ്ചിമേഷ്യയിൽ നിന്ന് US സേന പിന്മാറ്റം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇറാന്റെ 10 പദ്ധതിയിൽ ഉള്ളത്. ഇതെല്ലാം US ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ലെങ്കിലും ചർച്ച ചെയ്ത് നടപ്പിലാക്കാവുന്നതാണെന്ന് സൂചനയുണ്ട്. എന്നാൽ ട്രംപ് ഇതിന് വാക്കൊന്നും പറഞ്ഞിട്ടുമില്ല. സമ്പുഷ്ടീകരിച്ച ഉറേനിയം ശേഖരം യുഎസിന് കൈമാറാമെന്ന് ഇറാൻ സമ്മതിച്ചെന്നാണ് യുഎസിന്റെ അവകാശവാദം. ഇതിനോടും ഇറാൻ പ്രതികരിച്ചിട്ടില്ല. ചർച്ചയിൽ യുഎസ് സംഘത്തെ നയിക്കുന്നത് വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ്. അദ്ദേഹം ഇസ്ലാമാബാദിൽ എത്തിയിട്ടുണ്ട്. ട്രംപിന്റെ മരുമകൻ ജെറീദ് കുഷ്നറും പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും സംഘത്തിലുണ്ട്. 2011 ശേഷം ആദ്യമായാണ് ഒരു US വൈസ് പ്രസിഡന്റ് പാകിസ്ഥാൻ സന്ദർശിക്കുന്നത്. അതേസമയം ചർച്ച പരാജയപ്പെട്ടാൽ ആയുധമെടുക്കുമെന്നും അത് ഇതുവരെ കാണാത്ത തരത്തിൽ ആയിരിക്കുമെന്നും ഇറാനെതിരെ ഭീഷണിയുമായി ട്രംപ് രംഗത്ത് വന്നിട്ടുമുണ്ട്. ജർമ്മനിയിൽ ലൈസൻസ് മാഫിയ, അതായത് ഡ്രൈവിംഗ് ലൈസൻസ് തട്ടിപ്പ് സംഘം പോലീസ് പിടിയിലായി. ആൾമാറാട്ടത്തിലൂടെ തട്ടിയെടുത്തത് 1.80 ലക്ഷം യൂറോയാണ്. ജർമ്മനിയിലെ ഹൈൽബ്രോൺ നഗരത്തിലാണ് സംഭവം. തട്ടിപ്പ് സംഘം ആൾമാറാട്ടത്തിലൂടെ പരീക്ഷകൾ എഴുതി നൽകി ലക്ഷക്കണക്കിന് രൂപയാണ് സമ്പാദിച്ചത്. ഇതിലെ പ്രധാന വിവരങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ തട്ടിപ്പിന്റെ രീതി എന്താണെന്ന് ചോദിച്ചാൽ, യഥാർത്ഥ അപേക്ഷകർക്ക് പകരം അവർക്ക് പകരക്കാരായ ഡ്യൂപ്പുകളെ, അതായത് ഡബിൾ ഗംഗേഴ്സിന് പരീക്ഷയ്ക്ക് അയച്ചാണ് ഇവർ ലൈസൻസ് സംഘടിപ്പിച്ച് നൽകിയിരുന്നത്. ഈ തട്ടിപ്പിലൂടെ ഏകദേശം 1.80 ലക്ഷം യൂറോ സംഘം കൈക്കലാക്കിയെന്നാണ് കേസ്. പ്രതികൾ 5 പുരുഷന്മാരാണ്. ഇവർ പ്രൊഫഷണൽ നെറ്റ്വർക്കിന് പിന്നിൽ പ്രവർത്തിച്ചാണ് പണം തട്ടിയെടുത്തത്. വർഷങ്ങളോളം നീണ്ടുനിന്ന ഈ തട്ടിപ്പ് ശൃംഖലയെപ്പറ്റി വളരെ വൈകിയാണ് അധികൃതരുടെ ശ്രദ്ധ പതിഞ്ഞത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് പിടിക്കപ്പെട്ടത്. ഇത്തരത്തിൽ ലൈസൻസ് എടുത്തവർക്ക് ആകപ്പാടെ പ്രശ്നമായിരിക്കുകയാണ്. ഈ സംഘം വഴി ലൈസൻസ് കരസ്ഥമാക്കിയ ഏകദേശം 1000-ലധികം പേർ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. ഇതിൽ മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന സൂചന. ഇവരുടെ ലൈസൻസുകൾ റദ്ദാകാനോ കടുത്ത ശിക്ഷാ നടപടികൾ നേരിടാനോ സാധ്യതയുണ്ട്. ഇവർ പിടിക്കപ്പെട്ടാൽ ആജീവനാന്തം വിലക്കും, ജർമ്മനിയിൽ ലൈസൻസ് ലഭിക്കുകയോ വാഹനം ഓടിക്കാനോ സാധിക്കില്ല. ചുരുക്കത്തിൽ പരീക്ഷാ കേന്ദ്രങ്ങളെയും അധികൃതരെയും കബളിപ്പിച്ച വലിയൊരു ലൈസൻസ് മാഫിയ തന്നെ ഇവിടെ പ്രവർത്തിച്ചിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. പ്രതികൾക്ക് പുറമെ ഇത്തരത്തിൽ നിയമവിരുദ്ധമായി ലൈസൻസ് സ്വന്തമാക്കിയവരും വലിയ നിയമക്കുരുക്കിലേക്കാണ് നീങ്ങുന്നത്. ഹൈൽബ്രോൺ ജില്ലാ കോടതിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് തട്ടിപ്പ് കേസായി എത്തിയിട്ടുണ്ട്. അറസ്റ്റിലായവർ ഇപ്പോൾ കോടതിയിൽ വിചാരണ നേരിടുകയാണ്. കേരളത്തിൽ നിന്നും ഡ്രൈവിംഗ് ലൈസൻസുമായി എത്തി ജർമ്മനിയിൽ ട്രക്ക് ഡ്രൈവറായും മറ്റ് സാധാരണ വാഹനം ഓടിക്കുന്നവരെയും ഇപ്പോൾ ലൈസൻസ് വ്യാജമാണെന്ന നിഗമനത്തിൽ ജർമ്മനിയിലെ ലൈസൻസ് അതോറിറ്റി നിൽക്കുമ്പോഴാണ് ലൈസൻസ് മാഫിയ രംഗത്ത് വരുന്നത്. ജർമ്മനിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷ, പ്രത്യേകിച്ച് തിയറി പരീക്ഷ കടുപ്പമേറിയതിനാൽ ഭാഷാപരമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന പല വിദേശികളും ഇത്തരം തട്ടിപ്പുകളിൽ വീണു പോകാറുണ്ട്. ജർമ്മനിയിലെ നിയമങ്ങൾ കർശനമായതിനാൽ ഇത്തരം തട്ടിപ്പുകളിൽ പെടുന്നത് വിസയെയും താമസാനുമതിയെ, അതായത് റെസിഡൻസ് പെർമിറ്റിനെയും ദോഷകരമായി ബാധിക്കുമെന്ന് മാത്രം മലയാളികൾ ഓർത്താൽ നന്ന്. ഇറാൻ യുദ്ധം ജർമ്മൻ വ്യവസായ മേഖലയിൽ വ്യാപകമായ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 10-9 കമ്പനികളെ യുദ്ധം പ്രതികൂലമായി ബാധിച്ചുവെന്ന് പുതിയ സർവേ വ്യക്തമാക്കുന്നു. ഈഫോ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ സർവേയിൽ വെറും 9 കമ്പനികൾ മാത്രമാണ് നിലവിൽ തങ്ങളെ യുദ്ധം ബാധിച്ചിട്ടില്ലെന്ന് അറിയിച്ചത്. ഈ സംഘർഷം വ്യവസായ മേഖലയെ നേരിട്ട് ബാധിക്കുകയോ വലിയ അനിശ്ചിതത്വം സൃഷ്ടിക്കുകയോ ചെയ്തുവെന്നാണ് സർവേ പറയുന്നത്. വരും മാസങ്ങളിൽ കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടായേക്കാമെന്നും പല കമ്പനികളും ഭയപ്പെടുന്നു. ഊർജ്ജവില 78% കമ്പനികളും ഉയർന്ന ഊർജ്ജവിലയാണ് പ്രധാന പ്രതിസന്ധിയായി ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം വിതരണ ശൃംഖലയിൽ 36% കമ്പനികൾ കപ്പൽ ഗതാഗതത്തിലെ തടസ്സങ്ങളെയും വസ്തുക്കളുടെ ലഭ്യത കുറവിനെയും കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചു. വ്യോമഗതാഗതമാണെങ്കിൽ 16% കമ്പനികൾ എയർ ഫ്രൈറ്റ് മേഖലയിലെ റിസ്കുകൾ ചൂണ്ടിക്കാട്ടി. കയറ്റുമതി 4-1 കമ്പനികൾ പ്രധാന കയറ്റുമതി വിപണികളിൽ ഡിമാൻഡ് കുറയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സാമ്പത്തികമായ വെല്ലുവിളികളും കമ്പനികൾ നേരിടുന്നുണ്ട്. ചരക്ക് നീക്കത്തിനുള്ള ചെലവ്, ഇൻഷുറൻസ് പ്രീമിയം എന്നിവയിലെ വർധനവും പേയ്മെന്റ് റിസ്കുകളും ഇതിൽ ഉൾപ്പെടുന്നു. 4 ആഴ്ചയിലധികമായി തുടരുന്ന ഈ സംഘർഷം ബിസിനസ് രംഗത്തെ ആത്മവിശ്വാസത്തെ ഇപ്പോൾ തകർത്തിരിക്കുകയാണ്.
സൈനിക പ്രായത്തിലുള്ള പുരുഷന്മാർക്ക് വിദേശയാത്രയ്ക്ക് അനുമതി ആവശ്യമില്ലെന്ന് ജർമ്മൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ജർമ്മനിയിലെ സൈനിക പ്രായത്തിലുള്ള പുരുഷന്മാർ വിദേശയാത്ര നടത്തുന്നതിന് സൈന്യത്തിന്റെ മുൻകൂർ അനുമതി വാങ്ങണമെന്ന നിയമത്തിൽ വ്യക്തത വരുത്തി പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയോസ്. 17-നും 45-നും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാർ 3 മാസത്തിൽ കൂടുതൽ വിദേശത്ത് താമസിക്കാൻ സൈന്യത്തിന്റെ അനുമതി തേടണമെന്ന തരത്തിൽ വന്ന റിപ്പോർട്ടുകൾ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഔദ്യോഗിക വിശദീകരണമായി മന്ത്രി രംഗത്ത് വന്നത്. ജനുവരി 1-ന് പ്രാബല്യത്തിൽ വന്ന പുതിയ സൈനിക സേവന നിയമത്തിലെ ഒരു നിബന്ധനയാണ് ആശയക്കുഴപ്പത്തിന് കാരണമായത്. ജർമ്മനിയിൽ സൈനിക സേവനം നിലവിൽ നിർബന്ധമല്ലാത്ത സാഹചര്യത്തിൽ വിദേശയാത്രകൾക്ക് സൈന്യത്തിന്റെ അനുമതി തേടണമെന്ന വ്യവസ്ഥ വ്യക്തി സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ വിമർശിച്ചിരുന്നു. 17-നും 45-നും ഇടയിൽ പ്രായമുള്ള എല്ലാവർക്കും നിലവിൽ തടസ്സങ്ങളില്ലാതെ യാത്ര ചെയ്യാമെന്നാണ് മന്ത്രി പിസ്റ്റോറിയോസ് വ്യക്തമാക്കിയത്. വിശുദ്ധ മാർ തോമസ് ലീഹായുടെ നാമത്തിൽ സ്ഥാപിതമായ ജർമ്മനിയിലെ സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പള്ളിയുടെ ഈ വർഷത്തെ വലിയ പെരുന്നാൾ ഏപ്രിൽ 10-ന് വെള്ളിയാഴ്ച ആരംഭിച്ചു. 11-ന് ശനിയാഴ്ച രാവിലെ 9:30 പ്രഭാത നമസ്കാരവും 10:30 വിശുദ്ധ കുർബാനയും വിശുദ്ധ മാർ തോമസ് ലീഹായോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയും 12:30 പ്രദക്ഷിണവും തുടർന്ന് കൊടിയിറക്കും ആശീർവാദവും കൈമുത്തും നേർച്ചയും ഉണ്ടായിരിക്കും. ഉച്ചഭക്ഷണത്തെ തുടർന്ന് സൺഡേ സ്കൂൾ, യുവജന പ്രസ്ഥാനം, മർത്തമറിയൻ സമാജം, ആമോസ് എന്നിവയുടെ നേതൃത്വത്തിലുള്ള കലാപരിപാടികളും ഗാനമേളയും ഉണ്ടായിരിക്കും. സമാപന പ്രാർത്ഥനയോടെ പരിപാടികൾ സമാപിക്കും. ഡ്യൂസൽഡോർഫിനടുത്തുള്ള ലാംഗൻഫെൽഡ് സെന്റ് പോൾസ് ദേവാലയത്തിലാണ് പെരുന്നാൾ പരിപാടി നടക്കുന്നത്. ഏവരെയും പെരുന്നാളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നതായി പള്ളി കമ്മിറ്റി അറിയിച്ചു. ലോക സമാധാനത്തിനായി ലിയോ 14 മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ പ്രത്യേക പ്രാർത്ഥന നടക്കും. പ്രാദേശിക സമയം വൈകുന്നേരം 6-ന് ആണ് പ്രാർത്ഥന. മാർപ്പാപ്പയ്ക്കൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേരാൻ ലോകമെമ്പാടുമുള്ള വിവിധ മെത്രാൻ സമിതികൾ വിശ്വാസികളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ജർമ്മൻ ഭാഷ പഠിപ്പിക്കാനും പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികളെ തയ്യാറാക്കാനും 8 വർഷമായി വിജയകരമായി പ്രവർത്തിക്കുന്ന ഫോറിൻ ലാംഗ്വേജസ് അക്കാദമി ഗുരുകുലം, അതായത് ഫ്ലാഗ് ജർമ്മൻ ഭാഷാ നൈപുണ്യ കേന്ദ്രത്തിലേക്ക് രാജ്യത്തെ ഏറ്റവും മികച്ച ജർമ്മൻ അധ്യാപകനായ സാഗ്നി ചക്രവർത്തി എത്തുന്നു. C2 ലെവൽ യോഗ്യതയുള്ള ഇദ്ദേഹം ഗൊയ്തെ, OSD തുടങ്ങിയ പരീക്ഷാ ബോർഡുകളുടെ സർട്ടിഫൈഡ് എക്സാമിനറാണ്. അധ്യാപകരെ പഠിപ്പിക്കുന്നതിൽ ഉൾപ്പെടെ പ്രാവീണ്യം നേടിയ ഇദ്ദേഹത്തിന്റെ 21 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് വിദ്യാർത്ഥികൾക്കായി ഫ്ലാഗ് എന്ന ജർമ്മൻ സ്കൂൾ ഉപയോഗപ്പെടുത്തുക. ഞായറാഴ്ച കൊച്ചിയിലും 13-ന് കോട്ടയത്തും അദ്ദേഹം നയിക്കുന്ന സെമിനാറുകളുണ്ട്. ഈ മാസം ആരംഭിക്കുന്ന പുതിയ ബാച്ചുകളിൽ ക്ലാസുകൾ നയിക്കുന്നത് ഇദ്ദേഹത്തിനൊപ്പം വിദഗ്ധരായ ജർമ്മൻ അധ്യാപക സംഘമാണ്. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ജർമ്മനിയിലെ നഴ്സിംഗ് ഉൾപ്പെടെയുള്ള വൊക്കേഷണൽ ട്രെയിനിംഗ് സീറ്റ് നേടാനുള്ള തയ്യാറെടുപ്പായി ജർമ്മൻ സംസ്കാരം ഉൾപ്പെടെയുള്ള പാഠ്യ പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നഴ്സ് ഉൾപ്പെടുന്ന തൊഴിൽ അന്വേഷകർക്കായി പ്രത്യേക ബാച്ചുകളും ക്രമീകരിക്കും. കൊച്ചിയിൽ ഇടപ്പള്ളിയിലും കോട്ടയത്ത് നാഗമ്പടം റെയിൽവേ സ്റ്റേഷന് എതിർവശത്തുള്ള എല്ലാ സൗകര്യങ്ങളും കൂടി ഒരുക്കുന്ന കാമ്പസുകളിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ വാർത്തയുടെ സ്ക്രീൻഷോട്ടുമായി അപേക്ഷിക്കുന്നവർക്ക് 18,000 രൂപയുടെ സ്കോളർഷിപ്പ് ആണ് ലഭിക്കുക. അഡ്മിഷൻ കാര്യങ്ങൾക്കും കൂടുതൽ വിവരങ്ങൾക്കും ഫോൺ നമ്പർ ശ്രദ്ധിക്കുക. ഫോൺ നമ്പർ 90 72 22 29 11 90 72 22 229 33. ഈ ഫോൺ നമ്പർ ഞങ്ങൾ യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ എഴുതിയേക്കാം. താല്പര്യമുള്ളവർ വിളിച്ച് അവിടെ അഡ്മിഷനും കൂടുതൽ വിവരങ്ങളും അറിയുവാൻ ഉപകരിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കാൻ നന്ദി. നമസ്കാരം.